വിവാദങ്ങൾ ഒഴിവാകുമെന്ന് വാർത്തകൾ വന്നതോടെ എമ്പുരാൻ സിനിമ കാണാൻ വൻ തിരക്ക്. ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ശനിയാഴ്ച സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. അതിനിടെ നായകൻ മോഹൻലാൽ സിനിമയുടെ പ്രമേയത്തെ ചൊല്ലിയുണ്ടായ വിഭാഗങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിവാദപരമായ ഭാഗങ്ങൾ സിനിമയിൽ നിന്നും നീക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് വ്യക്തമാക്കിയിരുന്നു. സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ കുറിപ്പ് സ്വന്തം സാമൂഹ്യ മാധ്യമത്തിലെ അക്കൗണ്ടുകളിൽ പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ തിരക്കഥാകൃത്ത് മുരളി ഗോപി നിശബ്ദതയായി തുടർന്നു. ഞായറാഴ്ച മോഹൻലാലിന്റെ കുറിപ്പ് വന്നതോടെ ടിക്കറ്റ് വൻ വിൽപ്പനയാണ് നടന്നത്. 3 മണി മുതൽ 4 മണി വരെ 1 മണിക്കൂറിൽ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലൂടെ 20,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ചിത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുക എന്നത് ഇനി വ്യക്തമായിട്ടില്ല. ആദ്യ 45 മിനിറ്റാണ് ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ളത്. ഇതിലെ ഭാഗങ്ങളായിരിക്കും കൂടുതൽ ഒഴിവാക്കപ്പെടുക. NIA ബോർഡ് കാണിക്കുന്ന ദൃശ്യങ്ങളും ലഷ്കറെ തൊയ്ബയുടെ പരിശീലന ക്യാമ്പും എല്ലാം ഒഴിവാക്കുമെന്നും അറിയുന്നു. എമ്പുരാൻ പുതിയ പതിപ്പ് വ്യാഴാഴ്ച മുതൽ പ്രദർശിപ്പിക്കുമെന്നാണ് വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടില്ല. മോഹൻലാലിന് അറിയാത്ത കാര്യവും സിനിമയിൽ ഇല്ലെന്നാണ് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പറയുന്നത്. പൃഥ്വിരാജ് ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് ധാരണ ആർക്കും വേണ്ടെന്നും മല്ലിക പറഞ്ഞു.